പക്ഷേ ബംഗ്ലാദേശിലെ ഒരു മേജർ MLA ഫസുൾ റഹ്മാൻ അദ്ദേഹം പറയുകയാണ് യൂനസിനോട്, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങ് പിടിച്ചെടുക്കണം, എന്നിട്ട് ഇന്ത്യക്ക് തക്ക മറുപടി കൊടുക്കണം. കാരണം പാകിസ്ഥാനെയാണ് ആക്രമിക്കുന്നത്, നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഈ യുദ്ധമൊക്കെ വന്നപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശികളെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പോൾ യൂനസ് മാളത്തിൽ ഒളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചിക്കൻ നെക്കും വേണ്ട കാലും വേണ്ട, ഞങ്ങളൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി. അപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാനൊപ്പമാണല്ലേ? ബംഗ്ലാദേശിൽ പലരും പാകിസ്ഥാനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരാണ്. അതാണ് നമ്മൾ ഫസലുൽ റഹ്മാൻ എന്ന് പറയുന്ന പഴയ ജനറൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചരിത്രം അറിയാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബംഗ്ലാദേശ് നിർമ്മിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ പാകിസ്ഥാൻ്റെ പിടിയിൽ നിന്ന് മുക്തമാക്കി കൊടുത്തത്. അങ്ങനെ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുകയും ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവി നേടുകയൊക്കെ ചെയ്തു. ഒരുപാട് കാലം മറ്റ് പല സൗകര്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ നിന്ന് നേടി മുന്നോട്ട് പോയ ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. പക്ഷേ പിൽക്കാലത്ത് ബംഗ്ലാദേശിൽ തീവ്രവാദികൾ ശക്തി പ്രാപിക്കുകയും അവർ അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സമരരീതികൾ ഉപയോഗിക്കുകയും അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന അധികാര കസേരയിലേക്ക് പട്ടാളത്തിനെ തന്നെ കയറ്റിയിരുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് യൂനസ് ഇപ്പോൾ അവിടെ കയറിയിരിക്കുന്നത്. ആ യൂനസിന് ഇന്ത്യക്കെതിരെ ശബ്ദിക്കാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിവുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ ഈ പഴയ മേജറിന് അതൊന്നും അറിയില്ല. അദ്ദേഹം ഇപ്പോഴും മേജറാണ് എന്ന് കരുതി കുരയ്ക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത സംഭാഷണമായിട്ടാണ് നമ്മൾ ആ സംഭാഷണത്തെ വിലയിരുത്തേണ്ടത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ നമ്മൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകൾ പിടിച്ചെടുക്കണം എന്ന് പറയാനായിട്ടുള്ള വിവരക്കേട് മേജർക്കുണ്ടാവുന്നത് മേജർക്ക് യുദ്ധതന്ത്രത്തെക്കുറിച്ചോ യുദ്ധശക്തിയെക്കുറിച്ചോ രാഷ്ട്രങ്ങളുടെ പൊസിഷനുകളെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിൽ നടത്തുന്ന ജൽപ്പനം മാത്രമാണ്. ആ ജൽപ്പനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മതബോധത്തിൽ നിന്ന് ഉയർന്നു വന്നായിരിക്കാം. പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രത്തെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ മതേതരം എന്ന് വിശേഷിപ്പിക്കുന്നത്, അവർ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നതുമായിട്ടുള്ള രാഷ്ട്രം ആക്രമിക്കുന്ന സമയത്ത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന് കണക്കാക്കി വർഗീയ മതബോധത്തോടുകൂടി ഇയാൾ നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് നമ്മളതിനെ വിലയിരുത്തേണ്ടതുള്ളൂ. അതിന് 10 കാശ് പോലും നമ്മൾ വില കൽപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ യുദ്ധം, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ ഇയാളെപ്പോഴുള്ള ഒരാളിങ്ങനെ ശബ്ദിക്കില്ല. കാരണം പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭീകര പ്രവർത്തന കേന്ദ്രങ്ങൾ എന്നുവെച്ചാൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ദ ഭീകരർ. അപ്പോൾ ഭീകരർക്ക് എവിടെയൊക്കെയാണോ പരിശീലനം നൽകപ്പെടുന്നത് അത്തരം ട്രെയിനിങ് സെൻറ്ററുകൾ അത് മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇന്ത്യയിലിരുന്ന് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സൈനിക ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സ്പോട്ട് ഔട്ട് ചെയ്ത് വളരെ പ്രിസിഷൻ എന്ന് പറയുന്ന വാക്കാണ് പട്ടാളം ഇപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യത, 100% കൃത്യതയോടെ ആയുധങ്ങൾ അയക്കാൻ എന്നുവെച്ചാൽ നമ്മളിവിടുന്ന് അയച്ചാൽ തന്നെ അവൻ്റെ കേന്ദ്രം തകരും. അങ്ങനെ തകർത്തു. ഏതാണ്ട് 100ഓളം വരുന്നതായിട്ടുള്ള ഭീകരരെ ഇല്ലായ്മ ചെയ്തു എന്ന് തന്നെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നമ്മളുടെ രാഷ്ട്രത്തോടും അതുപോലെ തന്നെ ലോകത്തോടും പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ അത്രമാത്രം ശക്തിയുള്ള, പിന്നെ നമുക്കറിയാലോ ഇന്ത്യ ലോകത്ത് 4ാമത്തെ സൈനിക ശക്തിയാണ് എന്നത് ലോക റാങ്കിങ് ആണ്. അതല്ലാണ്ട് നമ്മൾ വെറുതെ പ്രഖ്യാപിക്കുക വിളിച്ചു പറയുന്നതൊന്നുമല്ല. അപ്പോൾ സൈനിക ശക്തികളെ വിലയിരുത്തുന്നതായിട്ടുള്ള റാങ്കിങ് പ്രോസസ്സിനകത്ത് 4ാമത് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനോട് യുദ്ധം ചെയ്യാനോ മത്സരിക്കാനോ സൈനികമായിട്ടുള്ള രീതിയിൽ പോകേണ്ട ശേഷിയുള്ളവരല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ. അത് അദ്ദേഹത്തിന് തിരിച്ചറിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന പ്രസ്താവന ആരും അത് ഗൗരവമായിട്ട് എടുക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അതൊക്കെ ചർച്ചയാകുന്നുണ്ടാകും എന്നല്ലാണ്ട് അതിനപ്പുറം അതിന് യാതൊരു പ്രാധാന്യവും സൈന്യ മേധാവികളോ അതേപോലെ തന്നെ രാഷ്ട്ര നേതൃത്വങ്ങളോ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ 2009 ബംഗ്ലാദേശ് റൈഫിൾസ് കൂട്ടക്കൊല അന്വേഷിക്കുന്ന ദേശീയ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ ചെയർപേഴ്സൺ മേജർ ജനറൽ വിരമിച്ച ആളാണ് ALM ഫസുൽ റഹ്മാൻ്റെ എന്ന ഈ പരാമർശം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിനു ശേഷം
ന്യൂഡൽഹിയുമായുള്ള ധാക്കയുടെ ബന്ധം വഷളായ സമയത്താണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങൾ കൈവശപ്പെടുത്തണം. ഇക്കാര്യത്തിൽ ചൈനയുമായുള്ള സംയുക്ത സൈനിക സംവിധാനത്തെക്കുറിച്ച് ഒരു ചർച്ച ആരംഭിക്കേണ്ടതുണ്ട്. അതായത് ചൈനയുമായി നമ്മൾ ഒരു ബന്ധം പുലർത്തിയിട്ട് വേണം ഈ ഇത് പിടിച്ചെടുക്കാൻ എന്നാണ് പറയുന്നത്. ഇസ്ലാമിക ഛത്ര ശിബിർ എന്ന ഇസ്ലാമിക ഗ്രൂപ്പിലെ മുൻ അംഗമായ കമ്മീഷൻ അംഗം ഷാനവാസ് ഖാൻ ചന്ദൻ ഈ പോസ്റ്റിന്, ഇദ്ദേഹം എക്സിലിട്ട ഒരു പോസ്റ്റാണ്, അതിന് ലൈക്ക് നൽകുകയും ചെയ്തു എന്നാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് വന്നത്. നിരവധി ശിക്ഷാ നടപടികളിലൂടെ ഇന്ത്യ 1960 സിന്ധു ജല ഉടമ്പടി നിർത്തിവെച്ചു. അട്ടാരിയിലെ സംയോജിത ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടി, നയതന്ത്രങ്ങൾ അവസാനിപ്പിച്ചു. ഇതിന് വിപരീതമായ ഹസീനെ പുറത്താക്കിയതിനെ തുടർന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്രമായ ബന്ധം ബംഗ്ലാദേശ് അവസാനിപ്പിച്ച് പാകിസ്ഥാനുമായി ഊഷ്മളമായ ബന്ധം പുലർത്തി. ഏകദേശം 15 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ഈ മാസം ധാക്കയിൽ നടക്കുകയും ചെയ്തു. വിസ നിയമങ്ങൾ ലഘൂകരിക്കൽ, 71 പരാതികളിൽ പുതുക്കിയ ഇടപെടൽ എന്നിവ ഉൾപ്പെടെ ഈ നയതന്ത്ര ചർച്ചകളിൽ വന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോ, അതായത് പാകിസ്ഥാനുമായി ഇപ്പൊ ബംഗ്ലാദേശിന് വലിയ അടുത്ത ബന്ധമാണ്. അപ്പൊ ചൈനയെ കൂടെ നമ്മുടെ ഭാഗത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. ചൈനയോടും തുർക്കിയോടുമൊപ്പം ചൈനയും തുർക്കിയും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നത് പോലെ നമ്മളും അവരോടൊപ്പം നിൽക്കുക എന്ന്. ഇപ്പോൾ ഹസീന ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാനും പിന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ വലിയ ബന്ധമില്ലായിരുന്നു. പക്ഷേ ഹസീന പോയതിനു ശേഷമാണ് ഈ വലിയ ബന്ധം. ഈ 15 വർഷത്തിനൊക്കെ ശേഷം ധാക്കയിൽ ഇവർ നയതന്ത്രപരമായ ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ബംഗ്ലാദേശും പാത്തിരിക്കുകയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ. അങ്ങനെ കരുതണ്ടേ? അല്ല, പാത്തിരിക്കാനായിട്ട് അവർക്ക് അതിനുള്ള ശേഷിയില്ലല്ലോ, അതല്ല പ്രശ്നം. പാത്തിരിക്കാം, സ്വപ്നം കാണാം, ഇന്ത്യയെ തകർക്കുന്നതായിട്ട് രാത്രിയിൽ അദ്ദേഹത്തിന് അലറി വിളിക്കാം. ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്, ഒറ്റക്കൊരാൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതെ, അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യാനാണ്? ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ വളരെ ദരിദ്രമായിട്ടുള്ള ഒരു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും അതൊക്കെ തന്നെയാണ്. ഈ ദരിദ്ര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രങ്ങൾ തമ്മിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ ദാരിദ്ര്യം പോലും മാറ്റാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ദാരിദ്ര്യം മാറ്റാൻ പറ്റാതിരിക്കുന്ന ബംഗ്ലാദേശിന് എങ്ങനെയാണ് സൈന്യ ശക്തിയിൽ മുന്നോട്ട് വരാനായിട്ട് കഴിയുക, ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തെ വെല്ലുവിളിക്കാൻ കഴിയുക എന്നതൊക്കെ പരമപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഈ ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന പഴയ മേജർക്ക് സാധ്യമല്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ആ പാവത്തിൻ്റെ സ്വപ്നങ്ങളിൽ വരുന്ന ചിതറിയ ചിന്തകളായി കാണുകയും അതിനെ ഓരങ്ങളിൽ എവിടെയെങ്കിലും എടുത്തു വെക്കുകയും ചെയ്യാന്നുള്ളതാണ്. ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലേക്ക് ഇത് വരുമ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയും അതൊക്കെ ചർച്ച ചെയ്യും. അല്ല, പക്ഷേ ഇത് ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അയൽ രാജ്യങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സമയമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ. പക്ഷേ ഹസീനയെ അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശ് ഇന്ത്യയെ ശത്രുവായി കാണുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ പട്ടാളത്തിൻ്റെ ഇടപെടലിലൂടെയാണ് ഹസീനയെ അവർ പുറത്താക്കുന്നത്. ഈ പട്ടാളം എന്ന് പറയുന്നത് ഒരു അവശിഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രക്രിയയിലേക്കും പ്രവർത്തനത്തിലേക്കും അവർ കടന്നത്. കാരണം നമ്മളാണ് യഥാർത്ഥത്തിൽ അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്ര പദവി ഉണ്ടാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തിന് അതിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഗരീബി ഘട്ടാവോ എന്ന് പറയും. അത് പൊളിഞ്ഞു പോയതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് യുദ്ധവും, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ റാബി വിള എന്ന് പറയുന്നത് വളരെ മോശമായി മാറിയതുമായിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പാടും ദുരിതവും സഹിച്ചാണ് ഇന്ത്യ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സാധനത്തിനെ പതുക്കെ ഇങ്ങനെ കയ്യിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പാല് കൊടുത്ത് കയ്യിനെ കുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കാരണം കുറേ മനുഷ്യരെപ്പോഴും ഈ ശത്രുതയുള്ളവരും അതുപോലെ തന്നെ മതവർഗീയത തീവ്രമായി കൊണ്ടു നടക്കുന്നവരുണ്ടാകും. അവർക്ക് നമ്മളോട് തോന്നുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഈ മേജറുടെ വികാരമാണ്. നമ്മളത് അതേ നാണയത്തിൽ തന്നെ അതിനെ പരിശോധിച്ച് തള്ളുകയോ അതുപോലെ തന്നെ ഇയാൾക്ക്
ആവശ്യമായിട്ടുള്ളത് എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും കൊടുക്കുകയും ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ.